ഫാമിലി ഏപ്രിൽ 23 മുതൽ 29-ാം തീയതി വരെ നടന്നിട്ടുള്ള നമ്മുടെ കീം എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷന്റെ ആൻസർ കീ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള c.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ആൻസർ കീ കൃത്യമായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും നോക്കുക. ആൻഡ് നമ്മുടെ ആൻസർ കീസിലെ എന്തെങ്കിലും പാളിച്ചകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ പോവുക. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് ക്യാൻ സബ്മിറ്റ് ദ കംപ്ലയിൻറ്റ്സ് ഇഫ് എനി റിഗാർഡിംഗ് ദ ആൻസർ കീ. ആൻസർ കീയിൽ നിങ്ങൾ ആൻസർ കീ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണ്, കംപ്ലയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ കീ ചാലഞ്ച് ചെയ്യാൻ പറ്റും. കീമിനാണ്, അതായത് എഞ്ചിനീയറിംഗ് കോഴ്സിനാണെങ്കിലും അതേപോലെ തന്നെ ഫാർമസി ആണെന്നുണ്ടെങ്കിലും ആൻസർ കീ ചാലഞ്ച് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആൻസർ കീ ചാലഞ്ച് ഫാർമസി എന്ന് പറയുന്ന ഒരു ഐക്കൺ നിങ്ങൾക്ക് നമ്മുടെ കാൻഡിഡേറ്റ്സ് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആൻസർ കീ ചാലഞ്ച് ചെയ്യാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യൻസും 200 രൂപ വീതമാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. ആൻഡ് കംപ്ലയിൻറ്റ്സ് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് നിങ്ങൾക്ക് തിരിച്ചു റീഫണ്ട് ആവുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ആൻസർ കീ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൺഫേം ചെയ്തതിന് ശേഷം ഓരോ ക്വസ്റ്റ്യൻസിനും 200 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾ അത് ക്ലെയിം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. അപ്പോൾ വെറുതെ ചെയ്യാതിരിക്കുക. ആൻഡ് അത് ഉറപ്പായിട്ടും ജെനുവിൻ ആയിട്ടുള്ള കൺസേൺ ആണ് അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ആ ഒരു ക്യാഷ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. സോ എല്ലാവരും നിങ്ങളുടെ ഓരോ സെഷനിലെയും കൃത്യമായിട്ടുള്ള ആൻസർ കീസ് നോക്കുക, നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. ആൻഡ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു അനാലിസിസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അത് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3-ാം തീയതി വരെയാണ് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പം മെയ് 3 വൈകിട്ട് 5 മണി വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. അപ്പം അതിന് മുമ്പ് ആൻസർ കീ ചാലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്ത് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ മാർക്സും കാര്യങ്ങളും റാങ്കുകളൊക്കെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് അതോടുകൂടെ കിട്ടുന്നുണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സ്, കീം എക്സാം എഴുതിയിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും നല്ല മാർക്സ് കിട്ടട്ടെ. ആൻഡ് ഏറ്റവും നല്ല റാങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീമിൽ തന്നെ അഡ്മിഷൻസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.